ഗായ്സ്, അപ്പോൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ പുതിയ സിലബസ് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ജവഹർലാൽ നെഹ്റു തൻ്റെ മോൾക്ക് എഴുതിയ ഒരു കത്താണ് പ്രിമിറ്റീവ് ഹ്യൂമൻസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അന്ന് വായിക്കാം. We saw in our last letter that the chief difference between man and other animals was the intelligence of man. ഈ മാനും ഞാൻ ലാസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൻ്റെയും അതർ എനിമൽസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻ്റലിജൻസ് ഓഫ് മാൻ്റെ കാര്യം പറയുന്നത്. ദ ഇൻ്റലിജൻസ് മെയ്ഡ് വിത്ത് ക്ലബർ ആൻഡ് സ്ട്രോങ് ദാൻ ഓൾമോസ്റ്റ് വൈൽഡ് എനിമൽസ് ഹൂ വുഡ് അതർവൈസ് ഹാവ് ഡിസ്ട്രോയ്ഡ് ഹിം. ഈ മദറിൻ്റെ ഈ മെന്നിൻ്റെ ക്ലബറും അതേപോലെ ഈ ഇതേകാലമൊക്കെ മെന്നിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദ പ്രിമിറ്റീവ് പണ്ടത്തെ ആൾക്കാർ വെപ്പൺസ് ഉപയോഗിച്ച് അവിടെ എനിമീസിനെ എന്താ പറയുക എതിർക്കാൻ നോക്കി. അപ്പോൾ വി കുഡ് ഓൺലി ത്രൂ സ്റ്റോൺ അറ്റ് ദം. അപ്പം ആദ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പണ്ടത്തെ ആൾക്കാർ സ്റ്റോൺസ് വെച്ചിട്ട് എറിയുന്നു ഈ എനിമൽസൊക്കെ അടുത്ത് വരുമ്പോൾ. പിന്നെ ദെൻ ഹി ബിഗെയിൻ ടു മേക്ക് ഔട്ട് ഓഫ് സ്റ്റോൺസ്. പിന്നെ സ്റ്റോൺസ് ഓരോ വെപ്പൺസ് ആക്കി തുടങ്ങി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ്, സ്പിയേഴ്സ് ആൻഡ് മെനി അതർ തിങ്സ് ഇൻക്ലൂഡിങ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്. ആക്സും സ്പിയേഴ്സും പിന്നെ പലതരത്തിലുള്ള വെപ്പൺസും പിന്നെ ഫൈൻ സ്റ്റോൺ നീഡിൽസ് എന്ന സൂചിയില്ലേ, നല്ല ഫൈനായിട്ടുള്ള സ്റ്റോൺ സൂചികളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ആ സ്റ്റോൺ വെപ്പൺസൊക്കെ സൗത്ത് കെൻസിങ്ടൺ ലണ്ടൻ മ്യൂസിയം ആൻഡ് ഓൾസോ ഇൻ ദ മ്യൂസിയം ഇൻ ജനീവ. ഈ സ്റ്റോൺസൊക്കെ ഇപ്പോൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ വെപ്പൺസ് ഇൻ ദ സൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിലെ കെൻസിങ്ടൺ ലണ്ടൻ മ്യൂസിയത്തിലും പിന്നെ ജനീവ എന്ന് പറഞ്ഞ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഈ ലെറ്റർ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൊത്തം ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതിയ പണ്ടത്തെ ആൾക്കാരെ കുറിച്ചുള്ളൊരു നോട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നമുക്കിവിടെ ഈ ഒരു ലെറ്റർ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. പിന്നീട് ഈ പറയുന്നത് എക്സ്പെക്റ്റഡ് ഇസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റുസ് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോക്ടർ. ദിസ് ലെറ്റർ റിഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. പണ്ടത്തെ ഹ്യൂമൻസിനെ കുറിച്ച് നമ്മുടെ ആര് പറയുന്നതാണ്? ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ആദ്യം തന്നെ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ടീച്ചർ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ ഒരു ലെറ്റർ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം പണ്ടത്തെ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വെപ്പൺസ് പണ്ട് മനുഷ്യർക്ക് ഹെൽപ്ലെസ് ആയിരുന്നു, എന്ത് ചെയ്യുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റോൺസ് വെച്ചിട്ട് എറിയിലായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോൺ വെച്ചിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കി തുടങ്ങി, ടൂൾസ് ഉണ്ടാക്കി തുടങ്ങി. ആ ടൂൾസ് ഓരോന്ന് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ലണ്ടനിലെ കെൻസിങ്ടണിലും പിന്നെ മ്യൂസിയം ഇൻ ജനീവയിലുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മോളോട് പറയുന്നത്. അടുത്ത് നമ്മൾ ഇത് വായിച്ചുല്ലോ. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം വൈൽഡ് എനിമൽസ്. വൈൽഡ് എനിമൽസിൽ നിന്ന് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ഇതാണ് യൂസ് ചെയ്തതെന്നാണ് പിന്നെ ചോദിക്കുന്നത്. ഇവിടെ സ്റ്റോൺ ആക്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊന്നും നോട്ട് ചെയ്യണം. ഇപ്പോൾ നോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്പിയേഴ്സ് ആൻഡ് മെനി അതർ തിങ്സ് എന്ന് കണ്ടില്ലേ, ഫൈൻ നീഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തെഴുതേണ്ടത്. അത് പഠിക്കേണ്ടതൊന്നല്ല. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉത്തരം ഇനി എടുത്തെഴുതണം. അതാണ് പിന്നെയുള്ള മക്കളെ. പിന്നെ അടുത്ത പേജിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് അതിന് വേറെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കുഡ് ബി ദ പേർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ഫോർ പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം എനിമൽസിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ ഹണ്ടിങ് വേട്ടയാടാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കൂടെ നമുക്ക് എഴുതിയാലോ. ആ പോയിന്റ് എഴുതണമിട്ട് ഇതിനകത്ത് തന്നെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു പോയിന്റാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ഫൈറ്റ് വിത്ത് എനിമീസിനോട് ഫൈറ്റ് ചെയ്യാൻ കൂടി പറയേണ്ടതില്ലേ. അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ട സാധനമാണ്. പിന്നെ പറഞ്ഞത് ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ അബോവ് മെൻഷൻ പേർപ്പസസ് വർ made of stone in the beginning. Later stone was replaced by metal. മെറ്റൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ അത് മെറ്റലിലേക്ക് സ്റ്റോൺ പതിയെ മെറ്റലിലേക്ക് കാണുന്ന വെപ്പൺസ് ഒക്കെ. ഈ പറയാൻ പോകുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാറ് എന്തൊക്കെ
മനസ്സിലാവുന്നത്? ഞങ്ങൾ മാറി മാറിയാണ് എടുക്കുന്നത്. അപ്പം ഇനി അടുത്തത്, ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. ഇതുവരെ പണ്ടൊക്കെ വായിക്കാവുന്നതായിരുന്നു, ഇനിയുള്ളതൊക്കെ സീരിയസ് ആണ്. അതിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ആർക്കിയോളജിസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വെപ്പൺസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് രണ്ടായി തിരിച്ചിട്ടുണ്ട്, സ്റ്റോൺ ഏജ് ആൻഡ് മെറ്റൽ ഏജ്. സ്റ്റോൺ ഏജ് മൂന്നായി തിരിച്ചിട്ടുണ്ട്, പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജ്. മെറ്റൽ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. അപ്പോൾ ഇത് സ്റ്റേജസ് ഒക്കെ ഇത് മെയിനായിട്ട് പഠിക്കണം. ഈ ഡയഗ്രാം ഡോൺ മിസ് ഇറ്റ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോൺ ഏജിൽ പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജും, മെറ്റൽ ഏജിൽ ബ്രോൺസ് ഏജും അയൺ ഏജുമാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് അത്ര വലുതായിട്ടൊന്നും വായിക്കാമല്ലോ, അവിടെ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. അവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് സ്റ്റോൺ ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ്. മനുഷ്യർ സ്റ്റോൺസ് ടൂൾസ് ഉണ്ടാക്കാനും വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന കാലത്തിനെ, എന്ന് വെച്ചാൽ കല്ല് സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്ന കാലത്തിനെയാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതാണ് അവിടെ മെയിനായിട്ട് വന്നത്. പിന്നെ സ്റ്റോൺ ഏജ് ഡിവൈഡഡ് ഇൻറ്റു 3 എന്ന് പറയുന്നുണ്ട്, 3 തീയതി. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെക്കണം 100 ഇമേജ്. അത് മെയിൻ പോയിൻ്റാണ്. എന്താണ് സ്റ്റോൺ ഏജ് എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്യണം. ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടേക്കാം, നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പഠിക്കണം കറക്റ്റായിട്ട് ഇവിടം വരെ വരുന്നു എന്നുള്ളതുണ്ട്. പിന്നെ വെപ്പൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോൺ ഏജ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മക്കളെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി ഹിസ്റ്റോറിക്കൽസ് പിന്നെ പറഞ്ഞേക്കുന്നത് സ്റ്റോൺ ഏജ് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക് ആൻഡ് നിയോളിത്തിക് എന്നാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത പേജിൽ പാലിയോളിത്തിക് ഏജിനെ കുറിച്ചാണ് പറയുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദ പാലിയോളിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. The term Paleolithic is derived from 2 Greek words, paleols, old, and lithos, stone. എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോളിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായതും പോളിഷ് ചെയ്യാത്ത അൺപോളിഷ് എന്ന് വെച്ചാൽ പോളിഷ് ചെയ്യാത്തതായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യുന്ന കാലത്തെയാണ് പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതിൽ ദ ടേം പാലിയോളിത്തിക് 2 ഗ്രീക്ക് വേർഡ്സ് ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്, പാലിയോൾസ്, ഓൾഡ് ആൻഡ് ലിത്തോസ്, സ്റ്റോൺ. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ മേക്കിംഗ് ടൂൾസ് ഓഫ് ഇസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസിൽ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദർ വർ ദ മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് ദർ ആർ ഗിവൻ ബിലോ. അതാണ് ഗിവൻ ബിലോ എന്ന് പറഞ്ഞാൽ അടി തന്നിരിക്കുന്നത്. ആർക്കിയോളജിസ്റ്റ് അത് യൂസ് ചെയ്യുമ്പോൾ മെയിൻ സ്റ്റേജസ് ആയിട്ടുള്ള 3 മെയിൻ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ആണ് നമുക്ക് പിന്നെ അവിടെ അടി തന്നിരിക്കുന്നത്. ആദ്യം യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ എന്നതാണ് തന്നിരിക്കുന്നത്. പിന്നെ അപ്പോൾ യൂട്ടിലൈസേഷൻ നോക്കുകയാണെങ്കിൽ എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദയർ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെത്തേഡിൽ ആ സ്റ്റോൺസ് കിട്ടുന്ന ഷേപ്പിൽ തന്നെ യൂസ് ചെയ്യുന്നതിനാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫാഷനിങ്, ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. ആവശ്യമായ ഷേപ്പിലേക്ക് മാറ്റി ആ ടൂൾസ് യൂസ് ചെയ്യുന്നതിനാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസസ്. ഒരാവശ്യത്തിന് വേണ്ടി ഓരോ രീതിയിൽ ഹണ്ടിങ്ങിനായിട്ട് ഹണ്ടിങ്, യുദ്ധത്തിനായിട്ട് യുദ്ധത്തിന്, അങ്ങനെയൊക്കെ മാറ്റി വെക്കുന്ന ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് നന്നായിട്ട് പഠിക്കണം. ആ പോയിന്റിൽ നിന്ന് പാലിയോളിത്തിക് ഏജ് എന്താണ്, സ്റ്റോൺ ഏജ് എന്താണ്, യൂട്ടിലൈസേഷൻ എന്താണ് എന്നുള്ളതാണ് മെയിൻ പോയിന്റ്സ് വന്നത്. ആ മെയിൻ പോയിന്റ്സ് ഒക്കെ പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് അറിയാലോ, ആ ഒരു ഡയഗ്രാം തൊട്ടിട്ടാണ്. അവിടെ നിന്ന് അതൊക്കെ പഠിക്കണം, നിർബന്ധമാണ്. പോവാണ് സാറിന് ബാക്കിയുള്ളതൊക്കെ പഠിക്കും. അപ്പോൾ മക്കളെ നമ്മളിപ്പോൾ ഇത് നന്നായി പഠിക്കണം കേട്ടോ. അപ്പം നമ്മളിത് 9ാം ക്ലാസ്സിലാണ്, നമ്മൾക്കൊരു മെയിൻ ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞാൽ 10th ഈസി ആയിരിക്കും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പഠിക്കുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ. വേറൊരു വീഡിയോ